ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പഠിച്ചോ ലിയാസിം സ്റ്റോറീസ്. ആൾക്കാർ കേട്ടോ ലിയ പറയണത്? ലിയ സങ്കടത്തിലാ, അതുകൊണ്ടല്ലേ എടി സന്തോഷം നമുക്ക്. നമ്മക്ക് മാനസികമായിട്ട് വിഷമാവണ്. ഇവിടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. ഓള് വന്ന് ഹാപ്പി അല്ലേ? എടുക്കട്ടെ. അപ്പം ഇന്ന് ആ പരിപാടിയാണ്. ഇവിടെ കൂട്ടിക്കൊണ്ടുപോകല്ല, ഞാൻ അവിടെ കൊണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ? അത് രണ്ട് തരത്തിലുള്ള പരിപാടികളുണ്ട്. വലിയ പരിപാടിയൊക്കെ ആക്കി കഴിക്കുന്ന ആളുകളുണ്ട്, ചെറുമാതിരി നമ്മളവിടെ കൊണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പം നമുക്ക് വലിയ പരിപാടികളൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു മൂടാണ് എനിക്ക് അല്ലേ? അപ്പോൾ ഓൾക്ക് തന്നെ താല്പര്യം. അപ്പം അതുകൊണ്ട് നമ്മളവിടെ ആക്കി കൊടുക്കാനായി. പിന്നെ അതേപോലെ ഈ ചടങ്ങ് എന്ന് വെച്ചാൽ ഭയങ്കര എന്തൊക്കെയോ പണ്ട് മുതലുള്ള പല ചടങ്ങുകളാണ്, പല ആളുകളെ പല സംഭവങ്ങളാണ്. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതുവരെ മൈലാഞ്ചി, ഇപ്പം ഉമ്മ പോകുമ്പോൾ മൈലാഞ്ചി ഇടണം, അതാക്കണം എന്ന് പറയുമ്പോൾ മൈലാഞ്ചി ഇടാം. എന്തൊക്കെ അനാവശ്യമായിട്ടുള്ള ചടങ്ങാണ്. എനിക്ക് മനസ്സിലായില്ല ആൾക്കിപ്പോൾ എന്തിനാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഡ്രസ്സും ഇതൊക്കെ നമ്മൾ എടുത്ത് തന്നെയാണ്. കൂട്ടിയ പുതിയ ഡ്രസ്സും അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി ഇട്ട് അത് ഇത് ഓരോരോ ചടങ്ങുകൾ. പിന്നെ അതുപോലെ തന്നെ ഉള്ള ഗോൾഡ് ഫുള്ള് ഇടണം. അതൊക്കെ എടുത്തതാണ്. തീരെ ഇഷ്ടമല്ലേ ഇങ്ങനത്തെ ചടങ്ങൊന്നും. ഫുള്ള് ഗോൾഡ് ഇട്ട് പോകണം, അത് ഇത് എന്നൊക്കെ. എൻ്റെ അഭിപ്രായം എന്താ അറിയാം അതിൽ? അപ്പോൾ അങ്ങനത്തെ പല ചടങ്ങുകളാണ്. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഇതിൽ ഇതായിക്കോട്ടെ വെച്ചിട്ട് ഇപ്പോൾ മൈലാഞ്ചിപ്പഴുണ്ട് ഇങ്ങനെ പോവാണ്. ഗോൾഡൊന്നും നമ്മളിട്ടില്ല. ഗോൾഡൊക്കെ ഇട്ട് പോവാൻ എന്താ ഇപ്പോൾ ഇത് വേറെ എന്ത് ചെയ്യാൻ പോവാള് വീട്ടിൽ കൊണ്ടാക്കാൻ ഇല്ലാത്തൊരു എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. പഴയ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരുപാട് ചിലതൊക്കെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുക്കും, അക്സെപ്റ്റ് ചെയ്യൂലേ. പക്ഷേ പലതും കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലൊരു ഉള്ളടക്കം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് ചെയ്യണം. ഓരോട് ചോദിച്ചാൽ ഒരു അതെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനൊരു റീസൺ ഉണ്ടാവില്ല. റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതൊരു കാര്യം ഇല്ലാണ്ട് വെറുതെ അത് പണ്ട് മുതൽ അങ്ങനെയാണ്. അപ്പം അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ഇല്ലല്ലോ. നല്ലതൊക്കെ സ്വീകരിക്കുക, വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമെന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പം അതിനടിസ്ഥാനത്തിൽ എന്തായാലും ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. ഇവർക്ക് 7 മാസം 7 മന്തായി. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മൈലാഞ്ചി മറ്റാളെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ? മൈലാഞ്ചി ഇട്ടുകൊണ്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിന് ശേഷം ഇനി പരിപാടി ഇനി കുളിച്ച് മാറ്റി അതിൻ്റെ കുളി കഴിഞ്ഞില്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് പോയി. എനിക്ക് കുളിക്കാണ്ട് മാറ്റാണ്ട്. പിന്നെ അതിനിടയ്ക്ക് വണ്ടി ഒന്ന് കഴുകണം. വണ്ടി ഒന്നായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഫുള്ള് പൊടിയൊക്കെ പറയാൻ അലുമ്പായിട്ട്. അപ്പോൾ വണ്ടി ഒന്ന് കഴുകണം. അത് കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് മാറ്റി അങ്ങോട്ട് പോകുന്നൊരു ചടങ്ങാണ്. ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാമല്ലേ? അപ്പോൾ ഞാനവിടെ പോയി കൊണ്ടാക്കി വരും ആണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സും ഇതൊക്കെ എടുത്ത് ഫുള്ള് സെറ്റപ്പിലാണ് പോണേ. ലിയനെ മുൻചെത്തി കുട്ടിയാക്കിയിട്ടാണ് പോണേ അല്ലേ? അല്ലെങ്കിലേ മുൻചെത്തിയാണ്, മുഞ്ചിന് കുറവൊന്നുമില്ല. ഇത് സുന്ദരി കുട്ടിയാണ്. പഞ്ചാര കുറച്ച് പഞ്ചാര അടിച്ചാൽ പാവാണ്, പോവാണ്. ആയിക്കോട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോയിട്ട് ഇൻഷാ അല്ലാ അപ്പോൾ പോണ വീഡിയോ കാണാം. അത് നിങ്ങളും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്, മനസ്സിലായില്ലേ? നിങ്ങളും കാണും. ഇങ്ങനെയൊക്കെയാണ് സിമ്പിളായിട്ട് ഇങ്ങനെ പരിപാടി നടത്താം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. വെറുതെ ആർഭാടാക്കണ്ട. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആർഭാടാക്കേണ്ടിടത്ത് ആക്കണം, ആക്കേണ്ടതില്ലാത്ത സ്ഥലത്തൊന്നും ആക്കണ്ട. ഓക്കെ? യെസ്, അതെ. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇതിലൊന്നും ആർഭാടാക്കണമെന്ന് താല്പര്യമില്ല. ഇപ്പം നമുക്ക് ആർഭാടാക്കണമെന്ന് താല്പര്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് ആർഭാടാക്കാം അല്ലേ? ചോയ്സാണ്. അപ്പം ആരോടും പറയണ്ട.
സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങരുത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ നിങ്ങളെ ലൈഫ് പോയി മക്കളെ. പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങളെ ലൈഫ് കരിഞ്ഞു കണ്ണീരും അതും ഇതും അല്ലാണ്ട് നിങ്ങളെ ലൈഫ് മുന്നോട്ട് പോയില്ല. അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അത് എല്ലാവരും മനസ്സിലുണ്ടായിക്കോട്ടെ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. ഓക്കെ, കാണണം കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, മാറ്റിയും കൊണ്ട് നിൽക്കുകയാണ് ഡ്രസ്സൊക്കെ. ഞാൻ എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് ലിയോടെ മാറ്റുന്നുണ്ട്. അപ്പോൾ പോകാനുള്ള പരിപാടിയിലാണ്. രണ്ടാൾക്കാർ വൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ. ഓൾക്കിന്ന് വൈറ്റാണ് എടുത്ത്, പോകുമ്പോൾ വൈറ്റ് ഇടണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി അതിനൊരു കുറവുണ്ടായി വെച്ചിട്ട് വൈറ്റ് എടുത്തില്ലേ. ഓൾക്ക് ഇഷ്ടപ്പെട്ടൊരു വൈറ്റ് എണ്ണം എടുത്ത്. പിന്നെ എൻ്റെ പഴയ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു വൈറ്റ്, ആ ഷർട്ട് ഞാനും ഇട്ട് ഇനി പോകാനുള്ള പരിപാടിയാണ്. മറ്റാൾ മാറ്റലൊക്കെ മാറ്റണത്, പോകണം. ഞങ്ങൾ പോകുമ്പോൾ ബാക്കി കാണട്ടാ പോകുമ്പോൾ അല്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെ മാറ്റിയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ലിയ അവിടെ ലിയ അതവിടെ ഉണ്ട്, ഓള് വരുന്നുണ്ട്, ഇറങ്ങാൻ പോവാണ്. അതവിടെ ഉണ്ട്, വെല്ലുമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഉറങ്ങാൻ പോവാണ്, എല്ലാരും ഇവിടെ ഉണ്ട്. പോടി വന്നു അടിപൊളി. ഇറങ്ങിക്കണ്, ഇറങ്ങുമ്പോ ഇനി തിരിഞ്ഞു നോക്കാൻ പറ്റില്ല അറിയണ്ട്, അതുകൊണ്ട് ക്യാമറ വെച്ചിട്ട് ബാക്കോട്ട് നോക്കിയത്. ഓക്കെ, അപ്പൊ ബൈ ബൈ. ശരി അമ്മ ടാറ്റെടുത്താൽ നമുക്ക് കൊടുക്കണി. ഹലോ ഗൈസ്, നമ്മളിവിടെ എത്തിയില്ലേ. ദീദിയാടാ അങ്ങനെ നമ്മള് ഇവിടെ ലിയൻ്റെ വീട്ടിലെത്തിയിട്ട് ഗൈസ്. ലിയ കയറി ലിയ അമ്മൻ്റെ അടുത്ത് പോയി നോക്കി പോകാൻ പോയിക്കണ്. ആ പാത്തു ദീദിൻ്റെ വൻ ഫാനാണ് പാത്തു അല്ലേ. ചിരിച്ചാളൊന്ന് ചിരിച്ചാളാ പാത്ത, ശരിക്ക് 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 ശരിക്ക്. അതാ പാത്തു ചിരിച്ച്. ദീദിയോടെ ദീദിനെ വിളിക്കുക ആലിയ. ആ ദീദി ആലിയ പറയണ, ആലിയ വിളിച്ചാളാ ആലിയ. അപ്പൊ പാത്തു മോളെ മക്കളെ ആലിയാന്ന് വിളിച്ച് ഓടി വന്നതാ. അങ്ങനെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് പാത്തു. ലിയ അപ്പുറത്തൊക്കെ ഉണ്ട്. ലിയ എൻ്റെ അടുത്തേക്ക് പോയോ കാണാം. ശരിക്കും പാത്തു അതുമ്മോടെ ദീദിയോടെ ദീദി. ആ ഇതാരാണ് ഇതാരാണ് കാക്കാണ്. എല്ലാവരും ഒരു ഹായ് കൊടുത്താളോ. ആര്യാന്നല്ല ഹായ് ആര്യ. ആയാ ആ ദീദി വന്നിക്കണേ. ഹായ് ഇനി ഇത് മാറ്റാൻ പോവാ. ആര്യ ആലിലു മോളാരാ? ആരാ ആലിലു? വീട്ടിലെത്തി. ഇനി എന്താ പരിപാടി? പായസം
ഞാൻ എടുക്കാം. Cheers. പാത്തക്ക് പായസം, പാത്തക്ക് പായസം. പാത്ത് പായസം കുടിച്ചു. എന്താ പാത്ത് പോത്ത് പോത്തെന്താ? നല്ല ഇഷ്ടം അതിന് പായസം കുടിച്ചിട്ട് മറ്റോ ചിരിക്കണ ചിരിക്കി നോക്കട്ടെ, ശരിക്കും നോക്കട്ടെ, ശരിക്ക് മറ്റേ കാണാനാ ഇല്ലേ? നേരത്തെ സെൽഫി അല്ല. ആ നോക്ക് അതാ ഇതിട്ടിട്ടില്ല അണ്ണാച്ചി. മടിയിലേക്ക് ഇരിക്കാൻ നോക്കാം. പായസം ഇഷ്ടമായ? പായസം ഇഷ്ടമായ? ഇനി കാണാം. ദീദിക്ക് ഒരു അവ്വെടുത്താളാ, ഒരവ്വെടുത്താളാ ദീദിക്ക്, ഒരു പായസത്തിന് അവ്വെടുത്താളാ. അപ്പൊ ഗൈസ് സംഭവം പരിപാടികളൊക്കെ കഴിഞ്ഞ് പായസം കുടിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.